ഹായ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, ഇപ്പോൾ അത് ധാരാളം മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. എല്ലാവരും സാധാരണ പുഴുങ്ങിയിട്ടൊക്കെയല്ലേ കഴിക്കുക, പുഴുങ്ങി കറിയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയല്ലേ. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് നല്ല കഴുകി, തൊലി ഇപ്പം തന്നെ കളയണ്ട, നല്ല കഴുകി വൃത്തിയാക്കി അതിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് അത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ, വട്ടത്തിൽ തന്നെ അരിയുക. അതിന് ശേഷം അത് കണ്ടോ, ഈ കനത്തിലാണ് എടുക്കുന്നത് കേട്ടോ, വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അതിന് ശേഷമാണ് തൊലി കളയുന്നത്. അപ്പോൾ എളുപ്പം ഈസി ആയിട്ട് നല്ല നീറ്റായിട്ട് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇത്രയും കനം വേണ്ടു. കൂടുതൽ കനമായ പിന്നെ ഏകദേശം നമ്മൾ പുഴുങ്ങിയ പോലെ തന്നെ ഇരിക്കുക. അപ്പോൾ കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റില്ല, അല്ലാത്തവർക്കെല്ലാം നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങല്ലേ ഇത്. കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം എനിക്ക് ഏറെയും ഓർമ്മ വരുന്നത്. കാരണം സ്കൂളിൽ നിന്ന് പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ കൊള്ളി ഇതൊക്കെ പുഴുങ്ങിയതൊക്കെ ഇല്ലേ കഴിക്കാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ പോലത്തെ സ്നാക്സ് ഒന്നും ഇല്ലല്ലോ അന്ന് കിട്ടുക. അപ്പോൾ ഇതിലിനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാം, ചിക്കൻ മസാലയോ ഗരം മസാലയൊക്കെ. പക്ഷെ ഞാൻ ഇത് മാത്രമേ ആഡ് ചെയ്തുള്ളൂ, എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഇത് നന്നായി, എന്നിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് നന്നായി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. സാധാരണ നമ്മൾ എന്ത് ഐറ്റംസും പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ. ഞാൻ കുറച്ച് വേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രോട്ടീനും വൈറ്റമിൻ എയും ഗ്ലൂക്കോസും അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങാണ്. ഇത് മോർണിംഗ് ഗ്ലോറി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണെന്നാണ് പറയണത് കേട്ടോ. മോർണിംഗ് ഗ്ലോറി ഫ്ലവറൊക്കെ എല്ലാവർക്കും അറിയില്ലേ അതിൻ്റെ. ഇത് പിന്നെ ഇപ്പോൾ ഒക്കെ ഡെക്കറേറ്റീവ് ഒരു പ്ലാന്റായിട്ടും വെക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയും തുടങ്ങി. ഗ്ലാസ്സിൽ വെള്ളമൊക്കെ നിറച്ചിട്ട്, അങ്ങനെ ഗ്ലാസ് ബൗളിൽ വെള്ളം നിറച്ച് ഈ കിഴങ്ങിട്ട് വെച്ച് അതിൻ്റെ മുള വരുന്നത്, അതൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ. പക്ഷെ ഇപ്പം നമ്മളിവിടെ ഇതൊരു സ്നാക്കായിട്ട് കഴിക്കാം. നല്ല രസമായിട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഉണ്ടെങ്കിൽ അരിയുക, അല്ല ഉപ്പും മുളകും വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക തന്നെ. നല്ല രസമാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കട്ടൻ ചായയും കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്ത് രസമാണെന്നറിയോ കഴിക്കാൻ. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഏകദേശം ഒരു 2-3 മിനിറ്റ് കിടന്ന് വേവേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും തന്നെ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ വേഗം നമുക്കത് വെന്ത് കിട്ടും. പിന്നെ ഒന്ന് ക്രിസ്പിയായി വേണമെങ്കിൽ ഒരു മിനിറ്റും കൂടി ഒന്ന് കൂടുതൽ നേരം ഇട്ടാൽ മതി. അങ്ങനെ ഒന്ന് ചെറുതായി, ഇപ്പം നല്ല നമ്മൾ അരിയുമ്പോൾ തന്നെ എല്ലാം ഒരേ കനത്തിലൊന്നും ആവില്ലോ, ചിലതിനൊരു കനം വ്യത്യാസമൊക്കെ വരും, നല്ല കനം കുറഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ബാക്കി ഒന്ന് സോഫ്റ്റായിട്ട് തന്നെയാവും ഇരിക്കുന്നുണ്ടാവുക. എങ്ങനെയായാലും നല്ല രസം തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടമായി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കും കേട്ടോ. നല്ല രസമാണ്. പുഴുങ്ങിയത് കഴിക്കാനൊക്കെ ചില കുട്ടികൾക്കൊക്കെ മടിയായിരിക്കുക. അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്കൊക്കെ കഴിക്കാൻ മടി പിടിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല. കുട്ടികൾക്ക് പൊതുവെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള എണ്ണപ്പലഹാരങ്ങളും ഒക്കെയല്ലേ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇങ്ങനെ വറുത്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. വളരെ ഈസിയാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാം. പറഞ്ഞ നേരം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി തീരും. അപ്പോൾ എല്ലാവരും കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ ഇതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബായ്.